വീഡിയോ ഇടാൻ കണ്ടന്റ് ക്ഷാമമുള്ളതുകൊണ്ടൊന്നല്ല കേട്ടോ വീഡിയോസ് വരാത്തത്. നാട്ടുകാരെന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കും, പിന്നെ കുടുംബക്കാരെന്ത് വിചാരിക്കും എന്നൊരൊറ്റ റീസൺ കൊണ്ട് മാത്രം വീഡിയോസ് പലപ്പോഴും അപ്ലോഡ് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ ഡിലേ ചെയ്യാറുണ്ട്. എൻ്റെ ഫോണിലെ ഗാലറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വീഡിയോസ് എൻ്റെ ഗാലറിയിൽ ഉണ്ടായിരിക്കും കേട്ടോ. ഇത് എപ്പോൾ വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യണം എന്ന കാര്യത്തിൽ മാത്രമേ സംശയം ഉണ്ടായിരിക്കുള്ളൂ. എന്തായാലും ഇപ്പം എൻ്റെ അമ്മ എനിക്ക് വല്ലാണ്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്കും അങ്ങനെയല്ല, ഒരു പ്രത്യേക ചില സമയങ്ങളിൽ നമുക്ക് നമ്മുടെ അമ്മയെ വല്ലാണ്ട് എങ്ങനെ മിസ് ചെയ്യും അല്ലേ? അങ്ങനെ മിസ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഗാലറിയൊക്കെ തപ്പി നോക്കിയപ്പോൾ പണ്ട് അമ്മ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പടുക്കൂട്ടാൻ്റെ വീഡിയോ അതിൽ കിടക്കണം ഞാൻ കണ്ടു. ഈ പടുക്കൂട്ടാൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ അമ്മേനോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം. എന്തായാലും തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ഒരു കറിക്ക് പറയുന്ന ഒരു പേരാണ് പടുക്കൂട്ടാൻ എന്നാണ് എൻ്റെ ഒരു ഊഹം. എൻ്റെ അമ്മ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ മാത്രമാണ് കേട്ടോ കറികളൊക്കെ കാച്ചാറുള്ളത്. പക്ഷേ കറിയിലേക്ക് അത് വരുമ്പോഴേക്കും ശുദ്ധതയൊക്കെ പോയിട്ടുണ്ടായിരിക്കും. ആദ്യം ആ വെളിച്ചെണ്ണയിൽ അമ്മ പപ്പടം കാച്ചും, പിന്നെ ആ വെളിച്ചെണ്ണയിൽ 2 പച്ചമുളകിൽ ഉപ്പൊക്കെ തിരുമ്പിയിട്ട് അത് വറുത്തെടുക്കും. അവസാനമേ ആ കറിയിലേക്ക് കാച്ചി ഒഴിക്കുള്ളൂ. അപ്പോഴേക്കും പച്ചമുളകിൻ്റെയും പപ്പടത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് വന്ന് ആ കറിയുടെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും. എന്നാലും പടുകൂട്ടാൻ്റെ ടേസ്റ്റ് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. എനിക്ക് ആകെയുള്ളൊരു വിഷമം എന്താണെന്നറിയോ? അമ്മയെ മിസ് ചെയ്ത സമയത്ത് അമ്മയ്ക്കൊപ്പമുള്ള ഒരു ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടാന്ന് വിചാരിച്ചപ്പോൾ ഞാനും എൻ്റെ അമ്മയും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ പോലും എൻ്റെ ഗാലറിയിൽ നല്ലതില്ല. ഞാൻ ഈ പറഞ്ഞ സംഭവം എൻ്റെ മാത്രം പ്രശ്നമായിരിക്കില്ല. ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതേ പ്രശ്നം ഉണ്ടായിരിക്കൂലേ? ഓരോ സന്ദർഭങ്ങളിൽ ഒരു ഫോട്ടോ ഇടാൻ നോക്കുമ്പോഴായിരിക്കും അച്ഛനമ്മയ്ക്കുള്ള നല്ല ഫോട്ടോ നമ്മുടെ കയ്യിലില്ലാതിരിക്കുന്നത് അല്ലേ? ഇതെന്നോട് പലപ്പോഴും എൻ്റെ ബ്രദറും പറയുന്ന ഒരു കാര്യമാണ്. ഡി ചേച്ചി, നമുക്കൊപ്പമുള്ള നല്ലൊരു ഫോട്ടോ ഇല്ല അല്ലേ? ഓരോരോ ആൾക്കാർ റീൽസ് എടുക്കുന്നത് കാണുമ്പോഴായിരിക്കും അയ്യോ നമ്മളുടെ അങ്ങനെ ഫോട്ടോസ് ഇല്ലല്ലോ എന്ന് തോന്നാറുള്ളത്. സത്യമാണ് കേട്ടോ. ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമം വരും. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞൊരു വാക്കുണ്ട്, സ്നേഹം എന്നത് പ്രകടിപ്പിക്കാനുള്ളതാണ്, ഷോഫിനുള്ളതല്ല.